ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒരേപോലെ കടന്നു പോകുന്ന എൻ്റെ ഒരു ഡെനിമൽ ലൈഫ് ഇട്ട് പിന്നെയും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഡെനിമൽ ലൈഫ് ഇടാത്തത്. അപ്പോൾ ഇന്നിട്ട് തന്നെ കാരണമുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളും നമ്മൾ പോയ സ്ഥലമൊക്കെയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഇതാ പുറകെ കാണുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലല്ല കേട്ടോ. ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ചിറ്റയുടെ വീട്ടിൽ നിന്നാണ്, അതായത് മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വന്ന് ഈ പൂക്കളെയും പൂമാലകളൊക്കെ നോക്കണം. എന്താ ഇന്നലെ രാത്രി ആയിട്ട് നമ്മളിവിടെ വന്നേ. അപ്പോൾ ഇതൊന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വെട്ടടിച്ച് കുറേയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതെല്ലാം കാണുകയാണ് കേട്ടോ. നിച്ചൂസും ഏട്ടനാണെങ്കിൽ രാവിലെ ആണെങ്കിൽ കട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ അവളാണെങ്കിൽ ഇങ്ങനെ പൊത്തി പിടിച്ചപ്പോൾ ആളാണെങ്കിൽ ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം അവൾക്ക് ഇങ്ങനെ പൊത്തി പിടിക്കണത് മേത്ത് പുതപ്പിടണമൊന്നും ഇഷ്ടമല്ല. അപ്പം എഴുന്നേക്കും. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ആ ഒരു മൂഡിലാണ് നിച്ചൂസ് രാവിലെ. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു അനങ്ങാണ്ടിരിക്കുക പൊതപ്പിടാന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. പക്ഷെ ആൾ കേട്ടില്ല. എന്നെ കുറച്ചിനെ നേരത്തെ എഴുന്നേൽപ്പിച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കാണിക്കണേ കേട്ടോ ഈ കാണുന്നത്. പിന്നെ രാവിലെ തന്നെ ഞാൻ താണ്ട് നല്ലൊരു കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ രാത്രിയിൽ ശരിക്കും ഉറക്കം നടന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമില്ലാന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇടുക്കിയാണല്ലോ സ്ഥലം, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മഞ്ഞ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആ തണുപ്പിൻ്റെ കാര്യമൊക്കെ പോട്ടെ, കാരണം അത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും തണുക്കും. പിന്നെ നമ്മൾ വണ്ടി ഇട്ടേക്കണത് താണ്ടേ അവിടെയാണ് കേട്ടോ. അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അടുത്തുള്ള അവരുടെ വീട്ടുകാരുടെ ആ വണ്ടിയാണ് തോന്നട്ടോ വേറെ അവിടെ കൊണ്ട് ഇട്ടേക്കണത്. അപ്പോൾ രാവിലെ അങ്ങനെ ആ സ്റ്റെയർ കേസൊക്കെ കയറി ഞാൻ എന്താ വാർക്കപ്പുറത്ത് കയറിയിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണണേ. അപ്പോൾ എല്ലാ ഇടുക്കി നാട്ടുകാരെ കണക്കും താണ്ടേ എൻ്റെ ചിറ്റയ്ക്കും കൊച്ചച്ചിക്കും ഒക്കെ ഇവിടെ ഏലകൃഷി, പിന്നെ താണ്ടേ അങ്ങനെ കുറേ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷികളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ കാണുന്നതായിരിക്കും. കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ താണ്ട ചിറ്റയും മമ്മിയും ഒക്കെ അടുക്കളയിലുണ്ട്. അടുക്കളയിൽ ചിറ്റയാണെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ ആണെങ്കിൽ ചായക്കാണെങ്കിൽ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെന്താണ് നമ്മൾ കാച്ചിൽ ചിറ്റയൊക്കെ നട്ടുണ്ടാക്കിയ കാച്ചിലുണ്ടായിരുന്നു. പിന്നെ പുഴുക്കുണ്ടായിരുന്നു, പുഴുക്ക് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഏട്ടൻ അടുക്കളയിലുണ്ട്. ഏട്ടൻ എന്താ വെച്ചാൽ ഇറച്ചിയുടെ പരിപാടിയിലാണ് കേട്ടോ. ഇറച്ചിക്കാണെങ്കിലും മസാലപ്പൊടികൾ കുറഞ്ഞു എന്നും പറഞ്ഞ് അതെല്ലാം കൊണ്ട് ഇട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ താണ്ടെ പന്നിക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പിന്നെ താണ്ട് നമ്മളങ്ങനെ നമ്മുടെ ഉപ്പുമാവും ഇറച്ചിക്കറിയും എല്ലാം കൂട്ടി ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ താണ്ടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊന്നത്തടിയാണ്. അടിമാലി കഴിഞ്ഞ് നമ്മൾ തൊഴിൽ നിന്ന് വരുമ്പോൾ അടിമാലി കഴിഞ്ഞ് ഏതു മമ്മി കല്ലാറൂട്ട് കഴിഞ്ഞ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് കൊന്നത്തടി. മമ്മിയുടെ അനിയത്തി, അതായത് ഞങ്ങളുടെ ചിറ്റയുടെ വീട്ടിൽ ഞങ്ങൾ വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറമ്പിലൊക്കെ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ അപ്പുറം ഒരു വലിയ മലയായിരുന്നു കേട്ടോ. ആ മലയാണെങ്കിൽ ഇടിഞ്ഞ് വന്ന് ഇങ്ങോട്ട് ചാടിയതാണ്. ആണോ? എന്നിട്ട് ഇനി ഇവിടെ നിന്നെല്ലാം മാറ്റിയതാണെന്നാണ് പറയപ്പെടുന്നത് മീൻസ് പറഞ്ഞത്. ഇതാ ചിറ്റയുടെ, അതാണ് കേട്ടോ നമ്മൾ ചിറ്റയുടെ വീട്. നമ്മൾ അവിടെ നിന്ന് ഈ വഴി ഇറങ്ങി വന്നത്. രാവിലെ നമ്മൾ പയറ് കുറേ തോരൻ വെച്ചു കേട്ടോ. ഇവിടെ അവർ എല്ലാം തന്നെ കടയിൽ നിന്ന് മേടിക്കാറില്ല. നമ്മൾ വണ്ടി അവിടെയാണ് ഇട്ടേക്കണേ. ഈ വഴിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. അത് കണക്കാണ് ഇവിടെയുള്ള വീട്ടുകാർ താണ്ട ഇവിടെയൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കാണ്ട്. ചിറ്റ ഒത്തിരി മത്തങ്ങ ഉണ്ടോ? ഇത് ഈ കുഞ്ഞു ടൈപ്പ് മത്തങ്ങ നല്ല രുചിയുള്ള മത്തങ്ങ. എവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ആത്മഹത്യ ചെയ്ത് കിടക്കണ പറഞ്ഞ എന്തേ? ഇത് വേണമെങ്കിൽ വിത്ത് എടുക്കാൻ നല്ലല്ലേ? രണ്ടെണ്ണൊന്നും വേണ്ടായിരിക്കും. ഏലക്കുള്ള ഏലക്കത്തോട്ടം. ഇത് ചരമാണ്. ഈ ചരത്തേക്കടെയാണ് പൂവും കായും ഉണ്ടാകുന്നത്. ഈ ഏലത്തിൻ്റെ ചോടെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഇവിടെ മണ്ണിങ്ങനെ വെട്ടിമൂടി കൊടുക്കേണ്ടതാണ്. അത് വെട്ടിമൂടി കൊടുക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചിറ്റ് ചെയ്തോണെന്നാണ് ചിറ്റയും പറയണേന്ന്. നോക്കണേ. ഇത് മുഴുവൻ മുള്ളം വന്ന് കുത്തിയിട്ടേക്കണ ഇതേ ചേമ്പ്. ഇത് കണ്ടില്ലേ ഈ തെങ്ങിൻ്റെ വീട്ടിൽ ചേമ്പ്. ഈ ചേമ്പൊക്കെ തലതിരിച്ചിട്ട് വെക്കുക. അത്
ഇഞ്ചി പറിച്ചു വെച്ചേക്കണേണോ? അമ്മേ കുഴി കുഴി കുഴി. പണ്ടുണ്ടായിരുന്ന എല്ലക്കല്ലൻ ഇഞ്ചിയില്ലേ, ഇതിങ്ങനെ നമ്മൾ കറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മേ പറിച്ച് കളയാതെ ഇങ്ങനെ ഇട്ടിരുന്നേ. ഓ അതിന്റെ തണ്ട് പോയിട്ട് നിക്കണതാ. നിക്കുവല്ലേ അതപ്പോ മറ്റേ മാങ്ങാഞ്ചി എന്ന് പറഞ്ഞ സംഭവം അല്ലെന്നേ, എല്ലക്കല്ലൻ ഇഞ്ചി പണ്ടുണ്ടായിരുന്നു. അതിന് അതിന്റെ ടേസ്റ്റ് എന്നാ? ഇതിന് കേട് കുറവ്. സാധാരണ ഇഞ്ചി തന്നെ കേടില്ല എന്നുള്ളൂ, കേട് കുറവുണ്ടെന്നുള്ളൂ. നിച്ചു എവിടെ വന്നത്? അയ്യോ അയ്യോ അയ്യോ. നല്ല രുചിയുള്ള നല്ല ഇഞ്ചി, പക്ഷെ ഇത് ചിരണ്ടിയെടുക്കാൻ താമസമാണ്. വണ്ണം കുറഞ്ഞിട്ട് നന്നായിട്ടുണ്ടാകുന്ന നല്ല ഒന്നാന്തരമായിട്ടുണ്ടാകുന്ന ഇഞ്ചിയാണ്. മറ്റുള്ള ഇഞ്ചിയേക്കാളും കൂടുതലായിട്ട് ഒരു ചുക്ക് കിട്ടും. ഇവിടെ വന്ന് ഈ പയറൊക്കെ കണ്ടിട്ട് തക്കാളി കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ആരും തക്കാളി കണ്ടില്ല. ഈ പച്ചത്തക്കാളി കറി വയ്ക്കണാണോ? കൊണ്ടുപോയി എന്തിനകത്തേലും ഇട്ട് കറി വെക്കാം. തന്നെ തോരൻ വെക്കാലോ. തക്കാളി എന്നാ ഇച്ചിരി പയർ തിന്നോ. തക്കാളി മതിയോ? തക്കാളി ചെനയാ ചെനയാ ചുണ്ട് പൊട്ടും പൊള്ളു. കുഞ്ഞു ബീൻസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ താണ്ടേ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ വീട്ടിലോട്ടല്ല, നമ്മളിപ്പോൾ പൊന്മുടിക്കാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് പൊന്മുടി ഡാമൊക്കെ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ താണ്ടി അവിടെ നിന്ന് നേരെ പോരുകയാണ്. അപ്പോൾ അതാ വന്ന വഴിക്ക് നമുക്ക് അവിടെ പൊന്മുടിയിൽ വെച്ച് തന്നെ നമ്മുടെ അടുത്ത ചിറ്റ വന്നിട്ടുണ്ട് കേട്ടോ. ചിറ്റയുടെ വീട് ഇവിടെ നിന്ന് കുറേ കൂടെ പോകണം. പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, അടിമാലി പൂപ്പാറയിലാണ്. അപ്പോൾ ചിറ്റ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരാകെ 4 പെണ്ണുങ്ങളാണ് കേട്ടോ. അതായത് മമ്മി ഏറ്റവും മൂത്താണ്. അമ്മയ്ക്ക് 3 അനിയത്തിമാരാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഒരേപോലെ കടന്നു പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോകാമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചിറ്റയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്, പൊന്മുടി ഡാമൊക്കെ. അപ്പോൾ അതാ കുതിരയൊക്കെ ഉണ്ട് ഇവിടെ. കുതിരയുടെ പുറത്തൊക്കെ നമുക്ക് റൈഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നിയില്ല. എല്ലാവരും കൂടെ കൂടി എൻജോയ് ചെയ്ത് നടന്നുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ചിറ്റാച്ചായും അമ്മ എല്ലാവരും ഇറങ്ങി വന്നാണ് ഈ കാണുന്നത്. മൂന്നാറിനൊക്കെ ടൂർ പോകുന്ന ആളുകൾ ഇവിടെയൊക്കെ വന്ന് കറങ്ങിച്ചുറ്റിയൊക്കെയാണ് കേട്ടോ കൂടുതലും പോകാറ്. അപ്പോൾ നമ്മൾ പോയത് ഒരു സൺഡേ ഒന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും കൂടെ കൂടി പോകണം, വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ ബോട്ട് റൈഡിനാണ് കേട്ടോ. അപ്പോൾ അതാ മമ്മി അച്ചായി ചിറ്റ കൊച്ചൊക്കെയാണ് പോണത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനൊന്നാമത് പേടിയാണ് ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ നിച്ചൂസ് പിന്നെ ബഹളം വെക്കും. നിച്ചൂസിനെ കൊണ്ട് പോകാൻ വേണ്ടി എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ ഇവർ 5 പേരാണ് പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവർ പോകണയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും അത് മിസ്സായി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, കാരണം നിച്ചൂസ് ഞാൻ പോയി എന്തായാലും കരയുന്ന ഉറപ്പാണ്. അപ്പോൾ അവളെ കരയിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് എന്താണെങ്കിലും അവിടെ പോയാലും കിട്ടത്തില്ലല്ലോ. പക്ഷെ സാരമില്ല, നമുക്ക് എന്താണെങ്കിലും സമയം കിടക്കുമല്ലോ, നമുക്ക് പിന്നെയാണെങ്കിലും കയറാമല്ലോ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും നിച്ചേഴ്സിനെ കൊണ്ട് പോകാനായിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്നാലും എനിക്കെന്തോ പേടിയായിരുന്നു. നമ്മൾ എന്താണെങ്കിലും വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തു. അങ്ങനെ താണ്ടെ അവരങ്ങ് വന്ന് കണ്ടപ്പോൾ ഞാൻ കൊച്ചിനെയും കൊണ്ട് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറക്കിക്കൊണ്ട് ചെന്നായിരുന്നു കേട്ടോ. അന്നേരം അവർ വന്നിട്ട് അവർ അതേ കണക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോഴത്തേനും അവളങ്ങ് കരച്ചിൽ തുടങ്ങി. കാരണം അച്ചായിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ആ കൂടെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒന്ന് വന്നിട്ട് പിന്നെയും കറങ്ങിപ്പോയപ്പോഴത്തേനും അവൾ ഓർത്തത് അവരവിടെ ഇറങ്ങുക എന്നാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ അവരിങ്ങനെ പോകണം. എൻ്റെ ഫോട്ടോ ഒരു ചേട്ടൻ അവിടെ ക്യാമറ വെച്ച് നമുക്കിങ്ങനെ പ്രിൻ്റായിട്ട് കിട്ടുകയല്ല, നമുക്ക് ഫോണിലോട്ട് അയച്ചു തരും. ആ ചേട്ടൻ ഒരു ഫോട്ടോയ്ക്ക് എങ്ങാണ്ട് 30 രൂപ, അങ്ങനെ 7 ഫോട്ടോ മിനിമം 7 ഫോട്ടോ എങ്ങാണ്ട് എടുക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് താണ്ടെ നാരങ്ങ വെള്ളം, ഐസ്ക്രീം, മാതിരി സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്ത് കുടിക്കുകയാണ്. നല്ല വെയിലുമായിരുന്നല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടി കുഞ്ഞു കുഞ്ഞു ക്ഷീണങ്ങളൊക്കെ മാറ്റിയിട്ട് നേരെ പിന്നെ പാർക്കിലോട്ട് കയറി കേട്ടോ. പാർക്കിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് 2 വലിയ ഊഞ്ഞാലായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ഊഞ്ഞാലിൽ എൻ്റെ അനിയനും കൂടെ ഇരുന്ന് ആടി. അപ്പോൾ അടുത്ത ഊഞ്ഞാലിൽ താണ്ടെ മമ്മി ചാടി കയറി കേട്ടോ. അങ്ങനെ അനിയനൊക്കെ കൂടെ ഏട്ടനെ ആട്ടി വിടുകയാണ്. അപ്പോൾ അതാ മമ്മി അപ്പുറം ഇരുന്ന് മമ്മി ഊഞ്ഞാൽ തന്നെ ആടുന്നുണ്ട്. അങ്ങനെ താണ്ടെ നമ്മൾ അങ്ങനെ പാർക്കിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ താണ്ടെ ഈ ഒരു പൂക്കളാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ നിന്നും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പൂവ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കേട്ടോ. പൂവുണ്ടായി ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് ഈ ആർച്ച് കണക്ക് താണ്ടെ ഏട്ടൻ
ഏട്ടൻ എന്താ പറയുക ടയറിനകത്ത് കിടന്ന് കുഞ്ഞാലാടിക്കൊണ്ട് അപ്പുറം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴയ്ക്കാണെങ്കിലും കുട്ടികൾക്ക് മാത്രമായിട്ടാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുട്ടികൾക്ക് വലിയവർക്കും ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയവർക്കും കയറാം. പിന്നെ നമ്മൾ വന്ന ടൈമിൽ ഒട്ടും തിരക്കില്ലായിരുന്നു. പിന്നെ പാസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും. എത്ര രൂപയാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും പാസ് കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. ഷൂട്ടിങ്, സിപ്പ് ലൈൻ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് വലിയവർക്കുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ, പക്ഷേ ആളുകൾ ഭയങ്കര കുറവായിരുന്നു. നമ്മൾ പോയപ്പോൾ അതിൽ ഓരോ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഫുൾ ഫ്രീഡം ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ നോക്കാനും കാണാനും ഒന്നും ആരും ഇല്ലല്ലോ. ഒരുപക്ഷെ ഇവിടെ എഴുതിയിട്ടിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വർക്കിംഗ് ആണെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ ഇവിടെ വന്നതന്നെയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണോ ആരും വരാത്തതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഡാം കാണാൻ വേണ്ടി അവിടെ ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ബോട്ടിങ്ങിനും ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് അച്ചായി ഞങ്ങൾ കണ്ട് ഇങ്ങനെ കറക്കി വിടുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാനും കയറി. കുറേ കറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കങ്ങ് തല കറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചായിട്ട് നിർത്തുമെന്നും പറഞ്ഞ് ഞങ്ങൾ താണ്ട് ഏട്ടനും തല ഇറങ്ങി. ഏട്ടൻ്റെ കല്യാണം നിശ്ചസം കൂടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വേഗം ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേച്ചി അനിയത്തിയോട് കുഞ്ഞാലാടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു യാത്ര. എല്ലാവർക്കും നിച്ചൂസിനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിച്ചൂസിന് മേടിച്ചു കൊടുത്ത കളിപ്പാട്ടാണ് കേട്ടോ ഈ തോക്ക്. അത് അവൾ കൊണ്ടുവന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മളെല്ലാവരും കൂടി അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓണാക്കി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം ഫുഡ് കഴിക്കാൻ കയറി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ മാത്രമാണ് തോന്നിയത്. നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ. ടാറ്റാ.